ഗൾഫ് രാജ്യങ്ങളിൽ നിന്നെടുത്ത ബാങ്ക് ലോണും ബില്ലുകളും കടബാധ്യതകളും വീട്ടാതെ രാജ്യം വിടുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ബഹ്റൈനിലെ ഒരു സംഘം എംപിമാരാണ് ഇക്കാര്യം പ്രമേയത്തിലൂടെ പാർലമെന്റിൽ അവതരിപ്പിച്ചത്. വിഷയത്തിൽ കൂടുതൽ ചർച്ചകൾക്കൊരുങ്ങുകയാണ് പാർലമെന്റ്. വിഷയം നമുക്ക് വിശദമായി പരിശോധിക്കാം. കടം വീട്ടാതെ വിടില്ല, നിയമം കർശനമാക്കാൻ ഒരുങ്ങുന്നു ബഹ്റൈൻ. ഇതാണ് കടവുമായി ബന്ധപ്പെട്ട് ബഹ്റൈൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം. കടങ്ങൾ വീട്ടാതെ രാജ്യം വിട്ടാൽ നടപടി വരും എന്നാണ് ബഹ്റൈൻ പറയുന്നത്. നിയമപരമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള നീക്കം ബഹ്റൈൻ അതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. വിദേശ നിക്ഷേപകർ, CR ഉടമകൾ, തൊഴിലാളികൾ എന്നിവർക്ക് ഇത് ബാധകമാണ്. പ്രവാസികളേറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കൂടിയാണത്. മറ്റൊന്ന്, ബഹ്റൈൻ പാർലമെന്റിൽ അടുത്തയാഴ്ച ഇതുമായി ബന്ധപ്പെട്ട് അടിയന്തര പ്രമേയം ഉണ്ടാക്കും. സ്വാഭാവികമായിട്ടും അവിടെ കടമൊക്കെ എടുത്ത് അത് വീട്ടാതെ നാടുവിടുന്ന ആളുകൾ ഒരു പക്ഷേ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു മുന്നറിയിപ്പാണ് നൽകാൻ വേണ്ടി ബഹ്റൈൻ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. പ്രമേയത്തിന്റെ പശ്ചാത്തലം പരിശോധിക്കാം. വിദേശ നിക്ഷേപകരും തൊഴിലാളികളും കടം വീട്ടാതെ രാജ്യം വിടുന്നത് വ്യാപകമാവുന്നുണ്ട്. പല രാജ്യത്തു നിന്നും പല രാജ്യത്തുള്ള പ്രവാസികളും ഇത്തരത്തിൽ ചെയ്യുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളത് കൊണ്ടായിരിക്കും ഇത്തരത്തിലൊരു നിയമത്തിലേക്ക് കടക്കുന്നത് ബഹ്റൈൻ എന്ന് മനസ്സിലാക്കുന്നു. ഈ പ്രവണത വലിയ സാമ്പത്തിക നഷ്ടം വരുത്തുന്നുണ്ട് എന്നുള്ള കണ്ടെത്തൽ വന്നിരുന്നു. മറ്റൊന്ന്, വിദേശ നിക്ഷേപകരിലുള്ള വിശ്വാസം അത് ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ്. വലിയ ബിസിനസ്സുകൾ ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിദേശത്ത് പോയി ശ്രമിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ പ്രവാസികളെ സംബന്ധിച്ച് ഈ കടം വീട്ടാതെ രാജ്യം വിടുന്നത് വിദേശ നിക്ഷേപകരിലുള്ള ഒരു വിശ്വാസം കൂടിയാണ് ഇല്ലാതാക്കുന്നത്. അത് സ്വാഭാവികമായിട്ടും കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്തു പോകുന്ന ആളുകളെ സംബന്ധിച്ച് അത് ഒരു ബാഡ് മാർക്കായിട്ട്, ഒരു ബ്ലാക്ക് മാർക്കായിട്ട് അവിടെ കിടക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. മറ്റൊന്ന്, കുടിശ്ശിക തിരിച്ചു പിടിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇവരെടുത്തിരിക്കുന്ന കടത്തിന്റെയോ ഇല്ലെങ്കിൽ ബാങ്ക് വായ്പയുടെ കുടിശ്ശിക ഇവർക്ക് തിരിച്ചടയ്ക്കാൻ സാധിക്കുന്നില്ല. ഇത് വിപണിയുടെ വളർച്ചയെ നേരിട്ട് ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ബഹ്റൈൻ എത്തിച്ചിരിക്കുന്നത്. വാടക കുടിശ്ശിക, ബാങ്ക് വായ്പ തിരിച്ചടവുകൾ എന്നിവയൊക്കെയാണ് കുടിശ്ശികയായി വരുന്നത്. ഇതൊന്നും തിരിച്ചടയ്ക്കാത്തത് വലിയ സാമ്പത്തികമായിട്ടുള്ള വലിയ ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, സർക്കാർ ഫീസുകളും പിഴകളും ഇവരടയ്ക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടൊക്കെ, അതായത് ഇത്തരത്തിലുള്ള സാമ്പത്തിക നഷ്ടങ്ങൾ ഈ കുടിശ്ശിക അടയ്ക്കാത്തതിലൂടെ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ അത് നിർബന്ധമാക്കുന്നു എന്നുള്ളതാണ്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കും. അടുത്തയാഴ്ച ഇത് പാർലമെന്റിൽ കൂടുതൽ ചർച്ച ചെയ്ത് ഈ ബിൽ പാസ്സാക്കാനുള്ള തീരുമാനമാണ് ബഹ്റൈൻ എടുത്തിരിക്കുന്നത്.